അടുത്ത ടേം നോക്കിക്കേ, യൂണിക്കേഴ്സൽ ലൈൻ അല്ലെങ്കിൽ ഓയിലർ ലൈൻ അല്ലെങ്കിൽ ട്രയൽ എന്നൊക്കെ പറയാം. നേരത്തെ നമ്മൾ എന്തുവായിരുന്നു പഠിച്ചത്? നേരത്തെ നമ്മൾ പഠിച്ചത് ഓയിലറിയൻ സൈക്കിൾ എന്നായിരുന്നല്ലേ. ഓയിലറിയൻ സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതൊരു ക്ലോസ്ഡ് വർക്ക് ആയിരിക്കും. ക്ലോസ്ഡ് വർക്ക് എന്ന് പറയുമ്പം ഞാനിപ്പോൾ V1 നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ കറങ്ങി തിരിഞ്ഞ് ഞാൻ V1 തന്നെ എത്തണം. എഡ്ജസ് ഒന്നും റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് യൂണിക്കേഴ്സൽ ലൈൻ. യൂണിക്കേഴ്സൽ ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പൺ വാക്കാണ്. എന്താണ്? ഓപ്പൺ വാക്കാണ്. ഓപ്പൺ വാക്ക് എന്ന് പറയുമ്പം ഞാനിപ്പോൾ V1 നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ അത് ഒരിക്കലും V1 തന്നെ അവസാനിക്കത്തില്ല. വേറെ എവിടെയെങ്കിലും ആയിരിക്കും അതിൻ്റെ ഒരു എൻഡിങ്, കേട്ടോ. അപ്പോൾ ഈ യൂണിക്കേഴ്സൽ ലൈൻ്റെ വേറൊരു പേരാണ് ഓയിലർ ലൈൻ അല്ലെങ്കിൽ ഓയിലർ ട്രയൽ എന്നൊക്കെ പറയാം നമുക്ക്. ഇനി യൂണിക്കേഴ്സൽ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഗ്രാഫ് കണ്ടെയ്ൻ സച്ച് എ ലൈൻ. അത് ഇതേപോലൊരു ലൈൻ ഗ്രാഫിലുണ്ടെങ്കിൽ അതിനെ നമുക്ക് യൂണിക്കേഴ്സൽ ഗ്രാഫ് എന്ന് പറയാം. സോറി, ഞാൻ ഇവിടെ ലൈൻ നല്ല എഴുതി. യൂണിക്കേഴ്സൽ ഗ്രാഫാണേ. യൂണിക്കേഴ്സൽ ഗ്രാഫ് എന്ന് പറയാം. ചുമ്മാ ഇങ്ങനെ എഴുതി വെക്കരുത്. ഇപ്പോൾ യൂണിക്കേഴ്സൽ ഗ്രാഫ് എന്താണെന്ന് ചോദിച്ചാൽ ആദ്യം ഈ സെൻറ്റൻസ് എഴുതണം. ആൻ ഓപ്പൺ വർക്ക് വിച്ച് കണ്ടെയ്ൻ ഓൾ ദി എഡ്ജസ് ഓഫ് എ ഗ്രാഫ് ഈസ് കാൾഡ് ഓയിലർ ലൈൻ. അത്ര എഴുതണം. എന്നിട്ട് എ ഗ്രാഫ് കണ്ടെയ്ൻ സച്ച് എ ലൈൻ ഈസ് കാൾഡ് യൂണിക്കേഴ്സൽ ഗ്രാഫ് എന്ന് പറഞ്ഞ് എഴുതണം. അതുകൊണ്ട് ഈ ഇത്രയും സാധനം കൂടെ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യണം, കേട്ടോ. എന്നിട്ടേ എഴുതാം, അല്ല ഇത് മാത്രം എഴുതി വെക്കല്ലേ. ഇനി നോക്കിക്കേ, നമ്മുടെ ഈ ഓപ്പൺ വാക്കാണോ നമുക്ക് നോക്കാം. ഞാനിപ്പോൾ V1 നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഞാൻ V1 നിന്ന് E1 വഴി V5 പോയി. V5 നിന്ന് E2 വഴി V4 പോയി അല്ലേ. V4 നിന്ന് ഞാൻ എങ്ങോട്ട് പോവുക? ഇനി E3 വഴി V1 വരുക. ഇതിപ്പോൾ ക്ലോസ്ഡായി. ഇങ്ങനെയാണോ നമ്മൾ ക്ലോസ് ചെയ്യുന്നത്? എല്ലാ എഡ്ജും ട്രാവൽ ചെയ്യണം, റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. എവിടാണോ തുടങ്ങി അവിടെ വന്ന് നിൽക്കണം. ഇങ്ങനെ വന്ന് നമുക്കിത് ക്ലോസ്ഡ് എന്നൊന്നും പറഞ്ഞ് കളഞ്ഞേക്കല്ലേ. കാരണം ഈ എഡ്ജസ് ഒന്നും നമ്മൾ എടുത്തിട്ടില്ല. നമുക്ക് പിന്നെ ക്ലോസ്ഡ് വാക്കും അല്ല വേണ്ടത്, നമുക്ക് എന്താണ്? ഓപ്പൺ വാക്കാണ് വേണ്ടത്. അപ്പം V1 വന്നു. ഇനി ഞാൻ ഇവിടുന്ന് എങ്ങോട്ട് പോവാം? V1 നിന്ന് E4 വഴി V2 വന്നു. ഇനി ഈ V2 ഞാൻ E5 വഴി പിന്നെയും V4 അല്ലേ. വെർട്ടെക്സ് എനിക്ക് റിപ്പീറ്റ് ചെയ്യാലോ. ഇനി V4 നിന്ന് ഞാൻ E6 വഴി V3 വന്നു. V3 നിന്ന് ഞാൻ E7 വഴി V2 വന്നു അല്ലേ. ഓക്കെ, ഇപ്പം ഇതെവിടാ നിൽക്കുന്നത്? V2ലാണ്. ഞാൻ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്? V1 നിന്നല്ലേ. എല്ലാ എഡ്ജും ഞാൻ കവറും ചെയ്തു. അപ്പോൾ ഇതെന്താണ്? ഒരു ഓപ്പൺ വോക്കാണ്. ഞാൻ ട്രാവൽ ചെയ്ത പാത്ത് ഞാൻ ഇങ്ങോട്ട് എഴുതാം. V1 നിന്ന് E1 വഴി V5 വന്നു. അവിടുന്ന് E2 വഴി V4 പോയി. പിന്നെ E3 വഴി ഞാൻ പിന്നെയും V1 വന്നു. V1 നിന്ന് ഞാൻ E4 വഴി V2 പോയി. E4 വഴി V2 പോയി. V2 ഞാൻ E5 വഴി V4 അല്ലേ. V4 നിന്ന് E6 വഴി V3 വന്നു. V3 നിന്ന് E7 വഴി V2 വന്നു. നോക്കിക്കേ, E1 E2 E3 E4 E5 E6 E7 എല്ലാ എഡ്ജും കവർ ചെയ്തു. ഒറ്റ പ്രാവശ്യമേ കവർ ചെയ്തുള്ളൂ. എവിടെയാ തുടങ്ങിയത്? V1. എവിടാ ചെന്ന് നിൽക്കുന്നത്? V2. അപ്പോൾ ഇതെന്താണ്? ഓപ്പൺ വോക്കാണല്ലേ. ഓപ്പൺ വോക്ക് അല്ലെങ്കിൽ ഓപ്പൺ ട്രയൽ എന്നൊക്കെ പറയാം. അടുത്ത തീരം നോക്കിക്കേ, എ കണക്റ്റഡ് ഗ്രാഫ് ഹാസ് ആൻ ഓയിലർ ട്രയൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഹാസ് അറ്റ്മോസ്റ്റ് 2 വെർട്ടീസസ് ഓഫ് ഓ ഡിഗ്രി. 2 വെർട്ടീസസ് എങ്കിലും ഓഡ് ഡിഗ്രി ആണെങ്കിലേ നമുക്കതിനെ ഒരു ഓയിലർ ട്രയൽ ഉണ്ടെന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇവിടെ നോക്കിക്കേ, ഇഫ് ആൻഡ് ഓൺലി ഇഫ് വന്നത് കണ്ടോ? ഇഫ് ആൻഡ് ഓൺലി ഇഫ് വന്നാൽ എന്ത് ചെയ്യും? ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടിനെ നമ്മൾ അസ്യൂം ചെയ്യും, സെക്കൻഡ് പാർട്ട് പ്രൂവ് ചെയ്യും. അതേപോലെ തിരിച്ച് ഇവിടെ നമ്മൾ അസ്യൂം ചെയ്യും, ഇത് നമ്മൾ പ്രൂവും ചെയ്യും അല്ലേ. അപ്പം ഞാൻ ആദ്യം തന്നിരിക്കുന്ന കാര്യം എടുത്തെഴുതുക. എ കണക്റ്റഡ് ഗ്രാഫ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അല്ലെ G എന്ന് പറയുന്ന ഒരു കണക്റ്റഡ് ഗ്രാഫാണെന്ന് ഞാൻ എടുത്തെഴുതി. ഇനി അടുത്ത് നോക്കിക്കേ, അത് ഒരു ഓയിലർ ട്രയലാണെന്ന് പറയുന്നുണ്ടല്ലേ. അപ്പം ഞാൻ ആദ്യത്തെ പാർട്ട് ഞാൻ അസ്യൂം ചെയ്യുക. അസ്യൂം ദാറ്റ് G ഹാസ് ആൻ ഓയിലർ ട്രയൽ. രണ്ടാമത്തെ പാർട്ട് പ്രൂവ് ചെയ്യാനുള്ളതാണ്. പ്രൂവ് ചെയ്യുന്ന എന്താണ്? വി ഹാവ് ടു പ്രൂവ്. നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ഇറ്റ് ഹാസ് ഓൾമോസ്റ്റ് 2 വെർട്ടീസസ് ഓഫ് ഓഡ് ഡിഗ്രി. എന്താണ് പറഞ്ഞേക്കുന്നത്? ഓയിലർ ട്രയലാണ്. നമ്മൾ നേരത്തെ പഠിച്ച തിയറമായിട്ട് തിരിഞ്ഞു പോകരുതേ. പിന്നെ ഓയിലർ ട്രയൽ ആവണമെങ്കിൽ എന്താണ്? 2 വെർട്ടീസസ് എങ്കിലും ഓഡ് ഡിഗ്രി ഉണ്ടായിരിക്കണം. നമ്മൾ കണ്ടേ, ഈ ഒരു ഗ്രാഫ് എടുക്കുമ്പം ഈ V1 ഡിഗ്രി 3 അതേപോലെ V4 ഡിഗ്രിയും 3 ഇവിടെ V2 ഡിഗ്രി നോക്കിക്കേ, 1 2 3 ഇവിടെ 4 ആണ് കേട്ടോ. V4 4 V2 1 2 3 V2 ഡിഗ്രി 3 ഇവിടെ എല്ലാം കണ്ടോ? ഈവൻ ഡിഗ്രി.
ഈ രണ്ട് വേർട്ടീസസിന് മാത്രം കണ്ടോ, ഈ രണ്ട് വേർട്ടീസസിന് കണ്ടോ ഓരോ ഡിഗ്രിയാണ് വന്നേക്കുന്നത്. ബാക്കിയുള്ള എല്ലാ വേർട്ടീസസിനും ഈവൻ ഡിഗ്രിയാണ് വന്നേക്കുന്നത്. അതാണ് ഈ തിയറോ എന്ന് പറയുന്നത്. അതായത് ഓയിലർ ട്രയലാണെന്ന് അസ്യൂം ചെയ്യണം, എന്നിട്ട് രണ്ട് വേർട്ടീസസിന് ഓരോ ഡിഗ്രിയാണെന്ന് പ്രൂവ് ചെയ്യണം. അത് കഴിഞ്ഞ് നേരെ തിരിച്ചെടുക്കണം, ഇത് അസ്യൂം ചെയ്യണം, അറ്റ്മോസ്റ്റ് 2 വേർട്ടീസസ് ഓരോ ഡിഗ്രിയാണെന്ന് അസ്യൂം ചെയ്തിട്ട് ഓയിലർ ട്രയലാണെന്ന് പ്രൂവും ചെയ്യണം. നമുക്ക് തിയറത്തിലോട്ട് പോവാം. നമ്മുടെ ഈ തിയറം നോക്കിക്കേ. ആദ്യം നമ്മൾ എന്തോ എഴുതിയേക്കുന്നത്, എല്ലായിടത്തും തന്നിരിക്കുന്ന എന്തോ നോക്കണം. ഈ കണക്റ്റഡ് ഗ്രാഫ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലെറ്റ് ജി എന്ന് പറയുന്ന കണക്റ്റഡ് ഗ്രാഫാണെന്ന് ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ അസ്യൂം ചെയ്യും. എന്താണ് അസ്യൂം ചെയ്യേണ്ടത്? ഓയിലർ ട്രയൽ ആണെന്ന് ഞാൻ അസ്യൂം ചെയ്തു. എന്നിട്ട് എനിക്ക് അടുത്ത പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? അറ്റ്മോസ്റ്റ് 2 വെർട്ടിസസ് ഓ ഡിഗ്രി, 2 വെർട്ടിസസ് ഓ ഡിഗ്രി ആണെന്ന് ഞാൻ പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ തിയറം തന്നിരിക്കുന്ന തിയറത്തിൽ നിന്ന് എടുത്തെഴുതാൻ പറ്റും. ഇനി നമുക്ക് ഒരു യു വി വോക്ക് നോക്കാം. അതായത് ഞാൻ കണ്ടേ, ഇതിപ്പോൾ ഞാനിങ്ങനെ ഒരു സർക്കിൾ ഷേപ്പിൽ എടുത്തുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ഷേപ്പിൽ എടുക്കാം. ഞാൻ ഇപ്പോൾ യുന്ന് സ്റ്റാർട്ട് ചെയ്തു, V1 പോയി, V1 നിന്ന് V2, V2 നിന്ന് V3, V3 നിന്ന് V4 അപ് ടു Vn വരെ ഞാൻ പോയി. അപ്പോൾ അത് ഞാനിങ്ങനെ എഴുതണം. കൺസിഡർ എ യു വി വർക്ക്. ഞാൻ U2 V വരെ വോക്ക് ചെയ്തു. എന്നിട്ട് ഞാൻ പറയും, ഇപ്പം യുവും വിയും ഈക്വൽ ആയിരുന്നെങ്കിൽ, യുവും വിയും ഈക്വൽ ആണെങ്കിൽ അതെന്തുമായിരുന്നേനെ? ഒരു ക്ലോസ്ഡ് വോക്ക് ആയേനെ അല്ലേ? അതായത് ഓയിലർ ആയേനെ. യുവും വിയും ഈക്വൽ ആയിരുന്നെങ്കിൽ ആ സൈക്കിൾ ഒരു ഓയിലറിയൻ സൈക്കിൾ ആയേനെ. ഓയിലറിയൻ സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാർട്ടിങ് വെർട്ടെക്സും എവിടെയാണോ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് അവിടെ തന്നെ വന്ന് ഞാൻ എൻഡ് ചെയ്യണം. ഇപ്പോൾ യുവും വിയും ഈക്വൽ ആയിരുന്നെങ്കിൽ അത് ഓയിലറിയൻ ആയിരുന്നേനെ. അങ്ങനെ ആണെങ്കിൽ എല്ലാ വെർട്ടിസസിൻ്റെ ഡിഗ്രി എന്തോ ആയേനെ? ഈവൻ ആയേനെ. യുവും വി ഈക്വൽ ആണെങ്കിൽ സൈക്കിൾ ഓയിലറിയൻ ആയേനെ. അങ്ങനെ ആണെങ്കിൽ അതിൻ്റെ ഡിഗ്രി എല്ലാം ഈവനും ആയേനെ. അപ്പോൾ അതെങ്ങനെ വന്നേനെ? ഇങ്ങനെ വരും അല്ലേ? യുന്ന് V1 പോയി, V1 നിന്ന് V2. ഇപ്പോൾ ഈ വി എന്ന് പറയുന്ന ടേം ഇല്ലെന്ന് വെച്ചു. അപ്പോൾ എനിക്ക് എങ്ങനെ പോകാം? യുന്ന് ഞാൻ V1 വന്നു, ഇവിടെ V1 ആണെന്ന് വെച്ചാൽ V1 നിന്ന് ഞാൻ V2 പോയി, V2 നിന്ന് V3 പോയി, V3 ഞാൻ തിരിച്ചാൽ യു തന്നെ വന്നു. അങ്ങനെ ആണെങ്കിൽ അതിങ്ങനെ വന്നേനെ അല്ലേ? യുന്ന് V1, V1 നിന്ന് V2, V3 നിന്ന് VN നിന്ന് തിരിച്ച് യുയിലോട്ട് അല്ലേ? പക്ഷേ നമ്മുടെ ഇവിടുത്തെ കണ്ടീഷൻ എങ്ങനെയാണെന്ന് നോക്കിക്കേ. യുയിൽ സ്റ്റാർട്ട് ചെയ്തു, എൻഡ് ചെയ്യുന്നത് VNലാണ് അല്ലേ? സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും ഡിഫറെൻ്റ് ആണ് ഈ കേസിൽ. അപ്പോൾ ഇത് ഇങ്ങനെ വരും. ഇവിടെ ഇങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ അതെന്തായേനെ? ഓയിലറിയൻ സൈക്കിൾ ആയേനെ അല്ലേ? ഇപ്പോൾ ഇത് ഓയിലറിയൻ സൈക്കിൾ അല്ല, ഇതൊരു ട്രയലാണ്. ഇപ്പം നമ്മൾ ഈ VN - Uന്ന് അത് ഞാൻ ഇപ്പോൾ പറഞ്ഞ ഈ കാര്യമില്ലേ, അതായത് ഇങ്ങനൊരു എഡ്ജ് ഉണ്ടായിരുന്നെങ്കിൽ അത് ഓയിലറിയൻ ആയേനെ. അങ്ങനെ ആയിരുന്നെങ്കിൽ എല്ലാത്തിൻ്റെ ഡിഗ്രി എന്തോ ആയേനെ? ഈവൻ ആയിരുന്നേനൊക്കെ എനിക്ക് പറയാമായിരുന്നു. അത് ഞാൻ ഇനി തീറമായിട്ട് പറയാം. ഇഫ് വി റിമൂവ് VN - U, അതായത് ഇവിടുത്തെ ഈ എഡ്ജ് റിമൂവ് ചെയ്യുവാണെങ്കിൽ ടെർമിനൽ വെർട്ടെക്സ് വിൽ ബി U ആൻഡ് VN. യുവും വിയും ആയിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ ഡിഗ്രി ഓഫ് U എത്ര ആയിരിക്കും? ഇവിടുത്തെ ഡിഗ്രി എന്താണ്? ഇപ്പോൾ 1 അല്ലേ? VNൻ്റെ ഡിഗ്രി എന്താണ്? 1 അല്ലേ? 2 വെർട്ടെക്സിന് കണ്ടോ ഓരോ ഡിഗ്രി വന്നു. ബാക്കിയുള്ളവരുടെയൊക്കെ ഡിഗ്രി നോക്കുക. ഇവിടുത്തെ ഡിഗ്രി 2 ആണ്, ഇവിടെയും 2 ആണ്, ഇവിടെയും 2 ആണ്. ഈ VNനും UN മാത്രം ഡിഗ്രി 1 വരും. എപ്പോഴാണ് ഈ ഒരു എഡ്ജ് ഞാൻ റിമൂവ് ചെയ്ത് കളഞ്ഞാൽ അത് ഓഡ് ഡിഗ്രി ഉള്ള 2 വേർട്ടിസസ് ആവും. അപ്പം ദെയർഫോർ G ഹാസ് 2 വെർട്ടിസസ് ഓഫ് ഓഡ് ഡിഗ്രി എന്ന് എനിക്ക് പറയാം. അതല്ലേ എനിക്ക് പ്രൂവ് ചെയ്യണ്ടേ? എൻ്റെ ഫസ്റ്റ് പ്രൂവ് കഴിഞ്ഞു. ഇനി എൻ്റെ കോൺവേഴ്സ് ഞാൻ എടുക്കണം. അപ്പോൾ ഒന്നുകൂടെ നോക്കിക്കേ. ഇപ്പം ഞാൻ യുന്ന് സ്റ്റാർട്ട് ചെയ്ത് യുയിൽ തന്നെ അവസാനിക്കുവാണെങ്കിൽ അതൊരു ഓയിലറിയൻ സൈക്കിൾ ആയതിനെ. എല്ലാത്തിൻ്റെയും ഡിഗ്രി 2 ആയിരിക്കും. നോക്കിക്കേ, ഇവിടുത്തെ ഡിഗ്രി 2 ആണ്, ഇതിൻ്റെ 2 ആണ്, ഇതിൻ്റെ 2 ആണ്, ഇതിൻ്റെ 2 ആണ്, ഇതിൻ്റെ 2 ആണ്. എല്ലാത്തിൻ്റെയും ഡിഗ്രി 2 ആയതിനെ. ഇപ്പം ഞാൻ ഇവിടെ അങ്ങനെ ഒരു എഡ്ജ് ഇല്ല എനിക്ക്. അങ്ങനെയാണെങ്കിൽ ഈ 2 വെർട്ടെക്സസിന് മാത്രം ഓഡ് ഡിഗ്രി വരും, ബാക്കി എല്ലാത്തിനും ഈവൻ ഡിഗ്രി വരും. അതല്ലേ എനിക്ക് വേണ്ടതും. G ഹാസ് 2 വെർട്ടിസസ് ഓഫ് ഓഡ് ഡിഗ്രി, അത് ഞാൻ പ്രൂവ് ചെയ്തു. ഇനി ഞാൻ ഇതിൻ്റെ കോൺവേഴ്സ് കാണണം. കോൺവേഴ്സ് കാണാനും ആ ക്വസ്റ്റ്യന് തന്നേക്കുന്നത് എന്താണ്? കോൺവേഴ്സ് കാണണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ആദ്യം ഞാൻ ഇത് അസ്യൂം ചെയ്യണം. ഈ പാർട്ട് ഞാൻ അസ്യൂം ചെയ്തിട്ട് ഓയിലർ ട്രയൽ ആണെന്ന് എനിക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഞാൻ പറയാം, ലെറ്റ് G കണ്ടെയ്ൻ എക്സാക്ട്ലി 2 വെർട്ടിസസ് ഓഫ് ഓഡ് ഡിഗ്രി. ഓക്കെ, അത് കഴിഞ്ഞ് പറയാം വി ഹാവ് ടു പ്രൂവ്. എനിക്കെന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? അത് ഒരു ട്രയൽ ആണെന്നാണ് എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഫിഗർ നോക്കിക്കേ. ഇതിനെ ഞാൻ U എന്ന് വിളിച്ചു, ഇതിനെ ഞാൻ V എന്നാണ് വിളിച്ചത്. ഈ V എന്ന് വിളിക്കാൻ കാരണം എൻ്റെ എൻഡിങ് വെർട്ടെക്സ് ഇതാണെന്ന് അറിയാനാണ് ഞാൻ V എന്ന് വിളിച്ചത്. ഓക്കെ, അപ്പം ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഡിഗ്രി പറഞ്ഞാൽ യുവിൻ്റെ ഡിഗ്രി എന്താണ്? 3 ആണല്ലേ? ഇവിടെ 2 ആണ്, ഇവിടെ എന്താണ്? 4 ആണോ? 1 2 3 4 അല്ലേ?
ഇവിടുത്തെ ഡിഗ്രി 2 ആണ്, ഇവിടുത്തെ ഡിഗ്രി 3 ആണ് അല്ലേ. രണ്ട് വെർട്ടെക്സിന് ഓഡ് ഡിഗ്രി വന്നു, ബാക്കിയെല്ലാം ഈവൻ ഡിഗ്രി വന്നു. അതാണ് ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. യു ആൻഡ് വി ഹാവ് ഓഡ് ഡിഗ്രി ഇൻ ജി. ജി എന്ന് പറയുന്ന ഗ്രാഫിൽ യുവിനും വിനും ഓഡ് ഡിഗ്രി ആണെന്ന് പറഞ്ഞ് എഴുതണം. ഞാൻ ഇനി എന്തോ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ യുവിനും വിനും ഇടയ്ക്ക് പുതിയൊരു വെർട്ടെക്സിനെ കൊണ്ടുവന്നു, ഡബ്ല്യു. എന്നിട്ട് അതിലേക്ക് താണ്ടെ എല്ലാവരെയും ജോയിൻ ചെയ്യുക. ഇങ്ങനെ ഇപ്പം നോക്കിക്കോ, ഇതിൻ്റെയൊക്കെ ഡിഗ്രി എത്ര ആയിരിക്കും? ഇവിടെ ഓൾറെഡി 3 ആയിരുന്നല്ലേ, പുതിയൊരു എഡ്ജും കൂടെ വന്നു, അപ്പോൾ ഇവിടുത്തെ ഡിഗ്രി 4 ആവും അല്ലേ. ഇവിടെയും ഡിഗ്രി എത്ര ആയിരുന്നു? 3 ആയിരുന്നു. പുതിയൊരു എഡ്ജും കൂടെ വന്നപ്പോൾ ഇവിടുത്തെ ഡിഗ്രിയും 4 ആവും. ബാക്കിയുള്ളിടത്തെല്ലാം ഈവൻ ഡിഗ്രി ആയിരിക്കും. ഇപ്പം ഞാൻ ഡബ്ല്യു എന്ന് പറയുന്ന ഒരു എഡ്ജ് ആഡ് ആക്കുമ്പോൾ ഇതെന്തായി മാറി? ഒരു ഓയിലറിൻ സൈക്കിളായിട്ട് മാറിയല്ലേ. എവിടാണോ ഓയിലറിൻ സൈക്കിളായിട്ട് മാറി, കാരണം എല്ലാത്തിനും ഈവൻ ഡിഗ്രി വന്നു. ഇതൊരു ഓയിലറിൻ ഗ്രാഫായിട്ട് മാറി, എല്ലാത്തിനും ഈവൻ ഡിഗ്രീസ് വന്നു അല്ലേ. നമുക്കെന്താണ് വേണ്ടത്? 2 വെർട്ടിസസ് ഓഡ് ഡിഗ്രി ആണെന്ന് കാണിക്കണം. ഈ ഒരു 2 വെർട്ടിസസ് ഓഡ് ഡിഗ്രി ആണെന്ന് കാണിക്കണമെങ്കിൽ ഈ ഡബ്ല്യു ഇല്ലേ, ഇതിനെ ഞാൻ ഇതിൽ നിന്ന് മാറ്റിയാൽ അത് ഓഡ് ഡിഗ്രി 2 ഉള്ളൊരു ഗ്രാഫായിട്ട് കിട്ടുമല്ലേ. ഈ സ്റ്റേറ്റ്മെൻറ്റ് അങ്ങ് എഴുതിയാൽ മതി. അതായത് ഒന്നുമില്ല, നോർമലി ഞാൻ ഡബ്ല്യു എന്ന് പറയുന്ന ഒരു വെർട്ടെക്സോടെ കൊണ്ടുവന്നപ്പോൾ എല്ലാം ഈവൻ ഡിഗ്രി ആയി മാറി. അതെന്തായി മാറി? ഒരു ഓയിലറിൻ ഗ്രാഫായി മാറി. ഇപ്പം ഞാൻ ഈ വെർട്ടെക്സ് റിമൂവ് ചെയ്താൽ അതെന്തായി മാറും? ഒരു ഓയിലർ ട്രയലായി മാറും. അത് നമുക്ക് എഴുതാം. എങ്ങനെ എഴുതാം അത്? ആഡ് ന്യൂ വെർട്ടെക്സ്. പുതിയ വെർട്ടെക്സ് ആരാ? നമ്മുടെ ഡബ്ല്യു ഇൻ ജി. ഇതാണ് എൻ്റെ ജി എന്ന് പറയുന്ന ഗ്രാഫ്. ജിയിൽ ഞാൻ ആഡ് ചെയ്തു. therefore we get ന്യൂ എഡ്ജ്. നമുക്ക് പുതിയ എഡ്ജ് കിട്ടിയല്ലേ, ന്യൂ എഡ്ജ്. ഏതൊക്കെയാണ് എഡ്ജ്? യുവും ഡബ്ല്യുവും കൂടെ കണക്ട് ചെയ്ത് യു ഡബ്ല്യു ഉണ്ട്, വിയും ഡബ്ല്യുവും കണക്ട് ചെയ്ത് വി ഡബ്ല്യു ഉണ്ട്. വി ഗെറ്റ് ന്യൂ എഡ്ജ് യു ഡബ്ല്യു ആൻഡ് വി ഡബ്ല്യു ഫോം എ ന്യൂ ഗ്രാഫ്. അപ്പോൾ അതെന്താണ്? വേറൊരു ഗ്രാഫായി. ഫോം എ ന്യൂ ഗ്രാഫ്. ആ ഗ്രാഫിനെ ഞാൻ എച്ച് എന്ന് പറഞ്ഞ് വിളിച്ചു. ഇറ്റ് ഹാസ്. ഇനി എന്താണ്? ഈ എല്ലാ വെർട്ടിസസിനും ഇപ്പോൾ ഈവൻ ഡിഗ്രി ആയല്ലേ. ഇറ്റ് ഹാസ് ഓൾ വെർട്ടിസസ് ഓഫ് ഈവൻ ഡിഗ്രി അല്ലേ. അപ്പോൾ അതുകൊണ്ട് എന്ത് പറയാം? therefore it is an ഓയിലറിയൻ ഗ്രാഫ് എന്ന് പറയാം അല്ലേ എനിക്ക്. ഇറ്റ്സ് ആൻ ഓയിലറിയൻ ഗ്രാഫ്. എന്തുകൊണ്ടാണ്? എല്ലാ വെർട്ടിസസിനും ഈവൻ ഡിഗ്രി ആയി, അതുകൊണ്ട് ഓയിലറിയൻ ഗ്രാഫായി. ഇനി ഞാൻ പറയാം, ഇഫ് വി റിമൂവ് ആരെ റിമൂവ് ചെയ്യുക? ഡബ്ല്യു ഫ്രം ഓയിലർ ടൂർ. ഞാൻ ഓയിലർ ടൂർ പോകത്തില്ലേ, അത് ഞാൻ ഈ ഡബ്ല്യുവിനെ റിമൂവ് ചെയ്താൽ then 2 edges UW and VW will also remove. അങ്ങനല്ലേ. ഞാൻ ഈ ഒരു വെർട്ടെക്സ് റിമൂവ് ചെയ്യുവാണെങ്കിൽ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന എഡ്ജസും റിമൂവ് ആയി പോകും അല്ലേ. അപ്പോൾ ഡബ്ല്യു ഞാൻ റിമൂവ് ചെയ്യുവാണെങ്കിൽ UW റിമൂവ് ആവും, VW റിമൂവ് ആവും. then Euler tool will have U and V of odd degree ഉള്ളത് കാണും. therefore Euler tool will have എന്താണ്? U and V of odd degree അല്ലേ. അതുകൊണ്ട് നമുക്ക് എന്തെന്ന് പറയാം? therefore G is an Euler trial എന്ന് പറയാം അല്ലേ. അതായത് ഈ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ വെർട്ടെക്സ് ഞാൻ റിമൂവ് ചെയ്താൽ 2 വെർട്ടെക്സിന് ഓഡ് ഡിഗ്രി കിട്ടും. അതൊന്ന് പറഞ്ഞാൽ മതി. ഇഫ് യു റിമൂവ് ഡബ്ല്യു ഫ്രം ഓയിലർ ടൂർ then 2 edges UW and VW will also remove. അതും റിമൂവ് ആയി പോകും. അങ്ങനെയാണെങ്കിൽ ഓയിലർ ടൂർ വിൽ ഹാവ് U and V of odd degree. therefore G is an Euler trial എന്ന് എനിക്ക് പറയാം.